ഹലോ, ഇന്നൊരു വാട്ട യൂട്യൂബിനിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് എൻ്റെ ഈ ഒരു ദിവസം ആരംഭിക്കുന്നത്. ചായ കുടിച്ചാലേ ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഗുഡ് ഡേഡ് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്. കിച്ചണിന് വേണം പറഞ്ഞിട്ട് കൊടുത്താണ്. പിന്നെ ബാക്കി വന്നപ്പോൾ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ കളയണ്ടല്ലോ, ബിസ്ക്കറ്റ് അത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷേ കിട്ടിയാൽ കഴിക്കും. രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് റവ ഉപ്മാവായിരുന്നു, കൂടെ ചെറുപഴം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു ഉപ്മാവും പഴം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഉപ്മാവും പഴമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ദോശയ്ക്ക് ഇഡ്ലിക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കിച്ചൂടിനെ അംഗനവാടി കൊണ്ടുപോയി ആക്കി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം, നടന്നിട്ടാണ് വന്നതേ, അതുകൊണ്ടുള്ള ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ദേ ഒരു ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, വെള്ള ബിസ്ക്കറ്റ്, നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു വെള്ള ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബിസ്ക്കറ്റാണ് നമ്മുടെ കിച്ചൂട്ടൻ അംഗനവാടിക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തായാലും ഞാൻ പറഞ്ഞെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പിന്നെ അതിൽ എള്ളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു 12:30 ആകുമ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതേ നല്ല റേഷൻ്റെ അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറുണ്ടായിരുന്നു. പിന്നെ ഇത് മാങ്ങാച്ചാറാണ് കേട്ടോ, അതായത് ഉണക്കമാങ്ങ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അച്ചാറാണ്. പിന്നെ ഇത് കോളിഫ്ലവർ കൊണ്ട് അമ്മ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ മാത്രമല്ല, അതിൽ ഉരുളൻകിഴങ്ങും അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലക്കറിയാണ്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ഈ ഒരു ടൈമിലല്ലാട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ സമയം വൈകാറുണ്ട്, നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടാവുമല്ലോ. വീഡിയോസ് ഒക്കെ എടുത്ത് വരുമ്പോൾ സമയം വൈകാറുണ്ട്, അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയവും വൈകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് കഴിക്കുകയാണ് ഈ മസാലക്കറിയൊക്കെ കൂട്ടിയിട്ട്. ഞാൻ അങ്ങനെ കോളിഫ്ലവർ കൊണ്ടുള്ള മസാലക്കറി ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ അല്ലേ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പപ്പടും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ് ചായ കുടിക്കുന്നത്. പാത്രം കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടെടുത്തിട്ട് ഗൈസ്, ഇതിൻ്റെ കൂടപ്പുറപ്പാണ്. അച്ഛനും സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ചായയൊക്കെ വെച്ചത്. എനിക്ക് പിന്നെ ചായ നന്നായിട്ട് ചൂടാറണം കേട്ടോ. തലവേദന എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സമയങ്ങളാണെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കാനാണ് ഇഷ്ടം. അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ നല്ല ചായയൊക്കെ ചൂടാറിയിട്ട് കുടിക്കാനായിട്ടോ ഇഷ്ടം. കൂടെ നല്ല ഉഴുന്നുവടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അതേ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കാൻ കേട്ടോ, മക്കൾക്ക് കഴിക്കാൻ കൊടുത്താണ്. കൂടെ ഞാൻ 2 എടുത്തു കേട്ടോ. അതിലിതേ ചോക്ലേറ്റ് ഇതൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ബിസ്ക്കറ്റ്. പിന്നെ രാത്രിയിൽ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന അതേ വിഭവങ്ങളായിരുന്നു രാത്രി. നല്ല റേഷൻ അരിയുടെ ചോറും പിന്നെ നമ്മുടെ മസാലക്കറിയും പിന്നെ നമ്മുടെ അച്ചാറും, ഇതൊക്കെയായിരുന്നു രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെയും ബൈ.